വെൽക്കം ടു ഉഷാസ് കുക്കറി. കുട്ടികളെ സ്വീറ്റ് വേണം പറയുന്നുണ്ടോ? നമ്മൾക്ക് ഇന്ന് ബീട്രൂട്ട് കൊണ്ട് ലഡ്ഡു ഉണ്ടാക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബീട്രൂട്ടാണ്. ഇത് ഒരു ബീട്രൂട്ട് സ്ക്രേപ്പ് ചെയ്ത് വെച്ചതാണ്. ഇത് 4 സ്പൂണ് തേങ്ങ ചേർന്നത്, 1 ബൗള്, 4 സ്പൂണ് ഗീ, അരിപ്പൊടി സോഫ്റ്റായി പൊടിച്ചതാണത്, 1 ഗ്ലാസ് വെള്ളം, മിൽക്ക് മെയ്ഡ് 2.5 ടേബിൾ സ്പൂൺ, 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ബീട്രൂട്ട് സ്ക്രബ് ചെയ്തത് ഇടാം. അടച്ചു വയ്ക്കാം. ബീട്രൂട്ട് നന്നായിട്ട് വേകട്ടെ. ഇനി പാനിൽ 1 സ്പൂൺ ഗീ ഇട്ടു. ഈ കോക്കനട്ട് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ബീട്രൂട്ട് വേകുമ്പോഴേക്കും ഇത് ഫ്രൈ ചെയ്ത് വെക്കാം. ഇത് നന്നായിട്ട് വേകണം. ഇനി നമ്മളിത് അടച്ചു വെക്കണമെന്നില്ല. ബീട്രൂട്ട് വേകട്ടെ, കുറച്ചുകൂടി വെള്ളം വെക്കട്ടെ നന്നായിട്ട്. അപ്പോഴേക്ക് നന്നായി വേകും. അറ്റേ ടൈം ഇത് ഒന്ന് ഫ്രൈ ചെയ്യാം ലൈറ്റായിട്ട്. ഒരുപാട് ബ്രൗണൊന്നും വേണ്ട, കുറച്ചൊന്ന് ഫ്രൈ ആവാം. ഇത്ര ഫ്രൈ ആയാൽ മതി. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. വെള്ളം വറ്റിയിട്ടില്ല. വെള്ളം വറ്റുമ്പോഴേക്കും നന്നായി വേകുള്ളൂ. നന്നായി വേകണം ബീട്രൂട്ട്. നെയ്യ് ഇനി 2 സ്പൂൺ ഇടാം. ഇത് മിൽക്ക് മെയ്ഡ് 2 സ്പൂണാണത്, ടേബിൾ സ്പൂൺ. നന്നായിട്ട് ഇളക്കണം. ഇനി ഇതിട്ട് വെള്ളം കുറച്ച് വയ്ക്കട്ടെ. ലോ ഫ്ലെയിമിൽ വെക്കണം ഗ്യാസ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ വെള്ളം വറ്റുന്നത്. ഇപ്പോൾ ബീട്രൂട്ടിൽ വെള്ളം ഇത് വറ്റാറായി കുറച്ച്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ബീട്രൂട്ട് വെള്ളം നമ്മൾ കളയരുത്. കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പോകും, ബെനിഫിറ്റ് പോകും. അത് കാരണം ഇങ്ങനെ കുറച്ച് നന്നായിട്ട് വെള്ളത്തിൽ നന്നായി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ബീട്രൂട്ടിൻ്റെ ഒരു ചൊയ ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. ഷുഗർ ഇടാം 4 സ്പൂൺ. നന്നായിട്ട് ഇളക്കണം. ബാക്കിയുള്ള നെയ്യ് കൂടി 2 സ്പൂൺ. നന്നായിട്ട് ഇളക്കണം.
കൈ വിടാതെ ഇളക്കണം. കൈ വിട്ടിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് പോകരുത്, കരിഞ്ഞു പോകും. കുറച്ച് ലോ ഫ്ലെയിം ആക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഈ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ഇതൊക്കെ നമ്മൾ നോക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യണം. ഇനി ഇത്രയും ആയാൽ മതി. ഇനി നന്നായിട്ട് ആറിയ ശേഷം ലഡ്ഡു ഉണ്ടാക്കാം. ആറട്ടെ. ബീറ്റ്റൂട്ട് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ലഡ്ഡു പോലെ നല്ല ഇത്രയും മതിയാവും. സ്വീറ്റ് ഒരുപാട് വല്ല വയ്ക്കാൻ പറ്റില്ലല്ലോ കുട്ടികൾക്കൊക്കെ. ഇതിനി ഈ അരിപ്പൊടിയിൽ കുറച്ചിങ്ങനെ ലൈറ്റായിട്ടൊന്ന് നോക്കിയാൽ മതി. ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീറ്റ്റൂട്ട് ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസിയല്ലേ ഉണ്ടാക്കുവാൻ, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തി ഫുഡുമാണ്. സ്വീറ്റും ഒരുപാടൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും ഉണ്ടാക്കാനുള്ള പ്രോത്സാഹനം തരുന്നത് നിങ്ങളുടെയൊക്കെ സബ്സ്ക്രൈബ് പ്രകാരമായിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ലക്ക്.